ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ അതിമനോഹരമായ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡും ഞാനും എൻ്റെ രണ്ട് മക്കളുമായിട്ടാണ് ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ വന്നത് ട്രെയിനിലാട്ടോ. എൻ്റെ മകൾ ട്രെയിനിൽ കയറിയിട്ടില്ല എന്നൊരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ തേക്ക് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ വന്നു. അപ്പോൾ മെട്രോ ട്രെയിനിൽ കയറിയിട്ടില്ല, സാധാ ട്രെയിനിൽ കയറിയിട്ടില്ല എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങനെ ആ ട്രെയിനിൽ കയറിയിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ അത് ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു ഇതുണ്ട് ഇവിടെ. പിന്നെ ഒരുപാട് ആളുകൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്. അടിപൊളി മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ കാണാനുള്ളത്. അങ്ങനെ നമ്മളത് ആ തേക്ക് മ്യൂസിയത്തിൻ്റെ കവാടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. പിന്നെ നമ്മളെ ചെരുപ്പൊക്കെ പുറത്ത് ഊരണം കേട്ടോ. ആ ഷൂറാക്കിൽ നമ്മൾ ഊരി വെക്കണം, എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. നമ്മളെ ടിക്കറ്റ് ഉണ്ടല്ലോ, അത് സെക്യൂരിറ്റിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വേണം നമുക്കതിൽ കയറാൻ, അവർക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് തേക്ക് മ്യൂസിയത്തിലെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കി വന്നാലോ. അതിമനോഹരമായ കാഴ്ചകളാണ് അതിൽ കാണാനുള്ളത്. തേക്കുണ്ട്, പിന്നെന്താ തേക്ക് കൊണ്ടുള്ള ഉപകരണങ്ങൾ, പല കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്കിനി പോയി കാണാം, എന്നിട്ട് പറയാം അല്ലേ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. പുതുതായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആൾക്കാർ ഇത് കാണുന്നുണ്ട്. അവരെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ വേറെ നിങ്ങൾ കൂട്ടുകാർ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ തേക്ക് കൊണ്ട് എന്തെല്ലാം കപ്പലുകളുണ്ട്, പിന്നെ എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങളിതാ കാണാനുണ്ട്. വലിയ തേക്കുണ്ട്, പിന്നെന്താ ഓരോരോ ഇതൊക്കെ കാണിക്കുന്നത് കണ്ട. തേക്കിൻ്റെ കഷ്ണങ്ങളും ഇവിടെ നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്നത് തേക്കിൻ്റെ തടികളാണ്ടത്. പിന്നെ എന്താ തേക്കിൻ്റെ തടികൾ കൊണ്ട് അടിപൊളി മനോഹരമായ കാഴ്ച അല്ലേ. നമ്മൾ കാണാൻ പോകുന്നതിൻ്റെ വേരുകളാട്ടാ, തേക്കിൻ്റെ വേരുകളാണ് കാണാൻ പോകുന്നത്. ഇനി നമുക്ക് തേക്ക് കുടുംബം കണ്ടാലോ. തേക്ക് കുടുംബം വീഡിയോസ് കണ്ട് നോക്കൂ. തേക്ക് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ എനിക്ക് കഴിയാവുന്നത് പറ്റുന്നത് അതുപോലെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം. ഈ വീഡിയോസൊക്കെ ഇട്ടുന്നതിന് നിങ്ങളൊരു കാര്യമായിട്ടുള്ള സപ്പോർട്ട് വേണ്ടേ, എന്നാലല്ലേ എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം, അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായാലേ ഇനിയും വീഡിയോകളൊക്കെ ഇടാൻ.
തേക്ക് കൊണ്ടുണ്ടാക്കിയ പരമ്പരാഗത രൂപത്തിലുള്ള തടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഉപകരണങ്ങളൊക്കെ ഒരു തേക്ക് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പരമ്പരാഗത രൂപത്തിലുള്ള പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ഉപകരണങ്ങൾ. പിന്നെ ഇനി മണ്ണിൻ്റെ മണ്ണാണ് കാണിക്കുന്നത്. മണ്ണിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. തേക്കിൻ തോട്ടത്തിലെ ഷഡ്പദങ്ങളാട്ടോ ഇനി കാണാൻ പോണത്. നമ്മളെ പൂമ്പാറ്റകൾ, ഷഡ്പദങ്ങൾ, തേക്കിൻ തോട്ടത്തിലുണ്ടായിരുന്ന ഷഡ്പദങ്ങളാണ് കാണിക്കുന്നത്. ഒരുപാട് തരമുണ്ട്. ഞാൻ അതിൽ കുറച്ചെടുത്തിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. പരമ്പരാഗത വിളവെടുപ്പ് ഉപകരണങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത്.
പത്തായൊക്കെ ഉണ്ട് കേട്ടോ, തേക്ക് കൊണ്ടുള്ള പത്തായൊക്കെ ഉണ്ട്. ഇത് ഒരുവിധം വീഡിയോസൊക്കെ ഞാൻ ഈ വേദിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തേക്ക് മ്യൂസിയത്തിലെ ഉള്ളിലെ കാഴ്ചകളാണ് നിങ്ങളിത് കണ്ടത്. ഇനി പുറത്തെ കാഴ്ചകൾ ഉടൻ വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഉടൻ വരും. ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു.